എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബോട്ടണിയുടെ ആദ്യത്തെ ചാപ്റ്ററായ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന് പറയുന്ന ലെസണിൻ്റെ ഫസ്റ്റ് പാർട്ടായിരുന്നു ആ വീഡിയോയിൽ. ആ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓർഗാനിസംസിൽ റീപ്രൊഡക്ഷൻ രണ്ട് തരത്തിലുണ്ടാകും: അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്താണെന്ന് നമ്മൾ നോക്കി. ആ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായ സെക്ഷുവൽ റീപ്രൊഡക്ഷനെ പറ്റിയാണ്. എന്താണ് ഒരു ഓർഗാനിസത്തിൽ നടക്കുന്ന സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, അതിനകത്ത് നടക്കുന്ന ഇവൻറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ടൈപ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചാപ്റ്ററിലേക്ക്. എന്താണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ? പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന ബയോളജിക്കൽ പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആ റീപ്രൊഡക്ഷനിൽ പാത്രമാകുന്നത് രണ്ട് ഡിഫറെൻറ്റ് പാരൻസ് ആണെങ്കിൽ, ഒന്നുകൂടെ വ്യക്തമാക്കാം. അസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞു എന്താണ്, പുതിയൊരു തലമുറയെ ഉൽപ്പാദിപ്പിക്കാൻ ഒരു പാരൻറ്റിൻ്റെ സഹായം നമുക്ക് മതി. എന്നാൽ സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ നമുക്കൊരു ഫീമെയിൽ പാരൻറ്റും ആവശ്യമാണ്, ഒരു മെയിൽ പാരൻറ്റും ആവശ്യമാണ്. ഫീമെയിൽ പാരൻറ്റിൽ നിന്നുള്ള ഗമീറ്റ്സും മെയിൽ പാരൻറ്റിൽ നിന്നുള്ള ഗമീറ്റ്സും ഫ്യൂസ് ചെയ്ത് പുതിയൊരു ഓഫ്സ്പ്രിംഗ് ആയിട്ട് മാറുന്ന ബയോളജിക്കൽ പ്രോസസ്സിനെയാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഗമീറ്റ്സ് ഉണ്ടാകുന്നു, ഗമീറ്റ്സ് ഫ്യൂസസ് ടു ഫോം എ സൈഗോട്ട്, സൈഗോട്ട് ഡെവലപ്സ് ടു ഫോം an embryo, and embryo will develop into a new individual. ഇതാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷനകത്ത് നടക്കുന്ന പ്രോസസ്സ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു ജീവജാലം, ഒരു ഓർഗാനിസത്തിൻ്റെ ലൈഫ് പീരീഡിനെ എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ലൈഫ് സ്പാൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ആ ലൈഫ് സ്പാനെ പ്രധാനമായും 3 ഫേസസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതൊരു സസ്യമാണെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസ്, റീപ്രൊഡക്റ്റീവ് ഫേസ് ആൻഡ് സെനിസൻസ് ഫേസ് എന്നും, അനിമൽ ആണെങ്കിൽ ജുവനൈൽ ഫേസ്, റീപ്രൊഡക്റ്റീവ് ഫേസ് ആൻഡ് സെനിസൻസ് ഫേസ് എന്നും 3 രീതിയിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു ജീവജാലത്തിൻ്റെ ലൈഫ് സ്പാനെ 3 ഫേസസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്: വെജിറ്റേറ്റീവ് ഫേസ് ഓർ ജുവനൈൽ ഫേസ്, റീപ്രൊഡക്റ്റീവ് ഫേസ് ആൻഡ് സെനിസൻസ് ഫേസ്. എന്താണ് വെജിറ്റേറ്റീവ് ഫേസ് അല്ലെങ്കിൽ ജുവനൈൽ ഫേസ്? It is the period of growth in an individual organism after its birth and before it reaches reproductive maturity. മെച്യൂരിറ്റി എത്തിയ ഒരു ഓർഗാനിസത്തിന് മാത്രമേ അതിൻ്റെ പുതിയ തലമുറ ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് സാധിക്കൂ. അപ്പോൾ ആ റീപ്രൊഡക്റ്റീവ് എബിലിറ്റി എത്തുന്നതിന് മുന്നേ ഉള്ള ഫേസ്, ജനനം മുതൽ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി എത്തുന്നതിന് തൊട്ട് മുന്നേ വരെയുള്ള സ്റ്റേജിനെയാണ് നമ്മൾ ജുവനൈൽ ഫേസ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫേസ് ആണ് റീപ്രൊഡക്റ്റീവ് ഫേസ്. ഇറ്റ് ഈസ് ദ പീരീഡ് വെൻ ആൻ ഇൻഡിവിജ്വൽ ഓർഗാനിസംസ് റീപ്രൊഡ്യൂസസ് സെക്ഷുവലി. ഒരു ഓർഗാനിസത്തിന് അതിൻ്റെ പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തിയാകുന്ന, സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യാൻ പ്രാപ്തിയാകുന്ന ആ ഒരു സ്റ്റേജിനെയാണ് റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഫേസ് ആണ് സെനിസൻ ഫേസ്. സെനിസൻ ഫേസ് അല്ലെങ്കിൽ സെനിസൻസ് ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത ചക്രത്തിൻ്റെ അവസാനത്തെ പോർഷനാണ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്പാൻ്റെ ലാസ്റ്റ് ഫേസ് ആണ് സെനിസൻസ് ഫേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പീരീഡ് വെൻ an organism grows old and loses the ability to reproduce. പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കാനുള്ള ആ ഒരു കഴിവ് നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള ആ ഒരു ഫേസ്, അൺടിൽ ഡെത്ത്, മരണം വരെയുള്ള ആ ഒരു ഫേസിനെയാണ് നമ്മൾ സെനിസൻസ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ഫേസസ് ആയിട്ടാണ് ലൈഫ് സ്പാനിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്: വെജിറ്റേറ്റീവ് ഓർ ജുവനൈൽ ഫേസ്, റീപ്രൊഡക്റ്റീവ് ഫേസ് ആൻഡ് സെനിസൻസ് ഫേസ്. അപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾക്ക് 2 പുഷ്പങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും: ബാംബുവും നീലക്കുറിഞ്ഞിയും. അപ്പോൾ ഇത് ഞാൻ ഈ ഫിഗർ ഇവിടെ ഉൾപ്പെടുത്തിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഓരോ ഓർഗാനിസത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അതായത് വെജിറ്റേറ്റീവ് ഫേസിൽ കാണിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ടൈം പീരീഡ് കാണിക്കുന്നതിലൊക്കെ വ്യത്യാസമുണ്ട്. ബാംബുവിനെ പറ്റി പറയുകയാണെങ്കിൽ അത് അതിൻ്റെ ലൈഫ് സ്പാനിൽ ആകെ ഒരു തവണ മാത്രമേ പുഷ്പിക്കുകയുള്ളൂ. അപ്പോൾ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറയുന്നത് എബൌട്ട് 50 years ആണ്. 50 വർഷവും 50 വർഷത്തിന് മുകളിലൊക്കെ വെജിറ്റേറ്റീവ് ഫേസിലൂടെ സഞ്ചരിച്ചിട്ടാണ് ബാംബു എന്ത് ചെയ്യുന്നത്, പൂവിടുന്നത്. അത് പൂവിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് സ്പാൻ അവിടെ അവസാനിക്കുകയാണ്. അത് നേരെ സെനിസൻസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നീലക്കുറിഞ്ഞിയെ കുറിച്ച് പറയുകയാണെങ്കിൽ
12 വർഷത്തിലൊരിക്കൽ മാത്രം പുഷ്പിക്കുന്ന ഒരു ചെടിയാണ് നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറഞ്ഞാൽ 12 ഇയേഴ്സ് ആണ്. അപ്പോൾ ഇത് രണ്ടിനെ പറ്റി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എക്സാമ്പിളിലൂടെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ വെജിറ്റേറ്റീവ് ഫേസ് ഓഫ് ബാംബു എന്ന് പറയുന്നത് എബവ് 50 ഇയേഴ്സ്, 50 വർഷത്തിന് മുകളിലൊക്കെയാണ്. എന്നാൽ നീലക്കുറിഞ്ഞിയുടെ 12 വർഷമാണ്. അപ്പോൾ ഓരോ ഓർഗാനിസത്തിനും അതിൻ്റെതായ വെജിറ്റേറ്റീവ് ഫേസിൻ്റെ കാലയളവ് ഉണ്ടാകും. രണ്ടാമത്തെ ഫേസ് ആണ് റീപ്രൊഡക്റ്റീവ് ഫേസ്. വളരെ പ്രധാനപ്പെട്ട ഫേസ്. അതായത് നമ്മൾ പഠിക്കുന്നത് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ റീപ്രൊഡക്ഷൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ ഒരു ഫേസിലായിരിക്കും, റീപ്രൊഡക്റ്റീവ് ഫേസിനകത്ത്. അപ്പോൾ എന്താണ് റീപ്രൊഡക്റ്റീവ് ഫേസ്? ഒരു പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തിയാകുന്ന, സെക്ഷുവലി പുതിയൊരു തലമുറയെ ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തിയാകുന്ന ഫേസ് ആണ് റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത്. റീപ്രൊഡക്റ്റീവ് ഫേസിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 ടേംസ് ഉണ്ട്, ഈസ്ട്രസ് സൈക്കിൾ ആൻഡ് മെൻസ്ട്രസ് സൈക്കിൾ. ഇത് രണ്ടും സുവോളജിയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്താണ് ഈസ്ട്രസ് സൈക്കിൾ എന്നും എന്താണ് മെൻസ്ട്രസ് സൈക്കിൾ എന്നും. നമുക്ക് ജസ്റ്റ് ഇതെന്താണെന്ന് അറിയാം. നോൺ പ്രൈമേറ്റ്സിൽ കാണപ്പെടുന്ന സൈക്കിളാണ് ഈസ്ട്രസ് സൈക്കിൾ. പ്രൈമേറ്റ്സിൽ കാണപ്പെടുന്ന സൈക്കിളാണ് മെൻസ്ട്രസ് സൈക്കിൾ. അപ്പോൾ ഈസ്ട്രസ് സൈക്കിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വർഷത്തിൽ ഒരു നിശ്ചിത സമയത്ത് മാത്രമായിരിക്കും ഇത് ഒക്കർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന അനിമൽസിനെ വിളിക്കുന്ന പേരാണ് സീസണൽ ബ്രീഡേഴ്സ്. അതായത് ഒരു വർഷത്തിൽ ഒരു പർട്ടിക്കുലർ സമയത്ത് മാത്രമായിരിക്കും ഈ ഈസ്ട്രസ് സൈക്കിൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലൂടെ പുതിയ തലമുറ ഉൽപ്പാദിപ്പിക്കുന്ന മൃഗങ്ങളെ അല്ലെങ്കിൽ ഓർഗാനിസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീസണൽ ബ്രീഡേഴ്സ്. ഇപ്പോൾ ഡോഗ്, കൗ ഇതൊക്കെ വരുന്നത് ഏതിനകത്താണ്? സീസണൽ ബ്രീഡേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്താണ്. രണ്ടാമത്തത് മെൻസ്ട്രസ് സൈക്കിൾ. കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു വർഷത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും സെക്ഷുവൽ റീപ്രൊഡക്ഷന് തയ്യാറാകാൻ പറ്റുന്ന ഓർഗാനിസംസ് ആണ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് എന്ന് പറയുന്നത്. അവയിൽ കാണപ്പെടുന്ന സൈക്കിളാണ് മെൻസ്ട്രസ് സൈക്കിൾ. ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം നമ്മൾ സുവോളജിയിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷനകത്ത് അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ ഇൻ അനിമൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ വിശദമായിട്ട് പഠിക്കും. മൂന്നാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ ഫേസ് ആണ്, ലൈഫ് സ്പാനിൻ്റെ അവസാനത്തെ ഫേസ് ആണ് സെനിസൻസ് ഫേസ് എന്ന് പറയുന്നത്. സെനിസൻസ് ഫേസ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ഏജിങ് എന്ന് പറയുന്ന ഒരു ടൈമാണ്. ഇറ്റ്സ് എ ഗ്രാജുവൽ ഡിറ്റീരിയോറേഷൻ ഓഫ് ഫങ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്. പ്രധാനമായിട്ടും പറയുവാണെങ്കിൽ റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി, പുതിയ തലമുറ ഉൽപ്പാദിപ്പിക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടുന്ന ആ ഒരു ഫേസിനെയാണ് സെനിസൻസ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ വെജിറ്റേറ്റീവ് ഫേസ് ആണെങ്കിലും റീപ്രൊഡക്റ്റീവ് ഫേസ് ആണെങ്കിലും സെനിസൻസ് ഫേസ് ആണെങ്കിലും ഒരു ജീവജാലത്തിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള കാരണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഹോർമോൺസ് ആണ്. നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിൻ്റെ ശരീരത്തിൽ കാണപ്പെടുന്ന ഹോർമോൺസിൻ്റെ ആക്ഷൻ്റെ ഫലമായിട്ടാണ് ഈ 3 ഫേസസും ഒരു ഓർഗാനിസത്തിൽ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്. റീപ്രൊഡക്റ്റീവ് ഫേസിനെ പറ്റിയാണ് നമുക്ക് കൂടുതൽ വിശദമായിട്ട് ഇതിനകത്ത് നോക്കാനുള്ളതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിനകത്തുള്ള കുറേ ടേംസും കുറേ ടെക്നിക്കൽ ഡെഫിനിഷൻസും ഒക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നും എന്താണെന്ന് റീപ്രൊഡക്റ്റീവ് ഫേസിലെ നടക്കുന്ന സംഭവങ്ങളെ പല പല ഇവൻറ്റ്സ് ആയിട്ട് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ തന്നെ, അതായത് പ്രധാനമായിട്ടും 3 ഇവൻറ്റ്സ് ആയിട്ടാണ് റീപ്രൊഡക്റ്റീവ് ഫേസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്, ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. റീപ്രൊഡക്റ്റീവ് ഫേസിനെ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്, ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. എന്താണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്? ഫെർട്ടിലൈസേഷന് മുന്നേയുള്ള ഇവൻറ്റ്സിനെ, റീപ്രൊഡക്റ്റീവ് ഫേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഫെർട്ടിലൈസേഷൻ. ആ ഫെർട്ടിലൈസേഷന് മുന്നേ നടക്കുന്ന ഇവൻറ്റ്സിനെയാണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. പറഞ്ഞു, സെക്ഷുവൽ റീപ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ളത് ഗമീറ്റ്സ് ആണ്. ഒരു മെയിൽ ഗമീറ്റോ ആവശ്യമാണ്, ഒരു ഫീമെയിൽ ഗമീറ്റോ ആവശ്യമാണ്. ആ ഗമീറ്റ്സ് ഉണ്ടാകുന്നത് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റിനകത്ത്. ഗമീറ്റ്സ് ഉണ്ടായാൽ മാത്രം പോരാ, ആ ഗമീറ്റ്സ് പ്രോപ്പറായിട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കൂ. അതുകൊണ്ട് തന്നെ ആ ഗമീറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് എന്ന് പറയുന്ന ഹെഡിങ്ങിനകത്താണ്. ഇപ്പോൾ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിനകത്ത് പ്രധാനമായിട്ട് നടക്കുന്ന 2 സംഭവങ്ങളാണ്. ഒന്ന് ഗമീറ്റോജെനിസിസ്, 2 ഗമീറ്റ് ട്രാൻസ്ഫർ. മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഉണ്ടാകുന്നതിനെയാണ് ഗമീറ്റോജെനിസിസ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഗമീറ്റ്സ് ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എത്തിച്ചേരുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഗമീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്.
രണ്ടാമത്തെ ഇവന്റ് ആണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ് ആണ് ഫെർട്ടിലൈസേഷൻ. ട്രാൻസ്ഫർ ചെയ്ത് വരുന്ന ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് സിൻഗമി. ഗമീറ്റ്സ് ട്രാൻസ്ഫർ ചെയ്ത് വന്ന് ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഫെർട്ടിലൈസേഷൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്നതാണ് സൈഗോട്ട്. അപ്പോൾ ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് ആൻഡ് സൈഗോട്ട് ജെനിസിസ് ആണ് ഫെർട്ടിലൈസേഷനകത്ത് വരുന്നത്. മൂന്നാമത്തത് അല്ലെങ്കിൽ അവസാനത്തെ ഇവന്റ് ആണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്നു. ആ സൈഗോട്ട് പിന്നീട് സെൽ ഡിവിഷനും സെൽ ഡിഫറൻസിയേഷനും നടന്ന് എംബ്രിയോ ആകുന്നു. എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് പുതിയൊരു ഓർഗാനിസമായിട്ട് മാറുന്നു. ആ പ്രോസസ്സുകളെയാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് എന്ന് പറയുന്നത്. എന്താണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിനകത്ത് നടക്കുന്നത് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. അതിൽ ആദ്യത്തേതാണ് ഗമീറ്റോജെനസിസ്. ഗമീറ്റോജെനസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ്. ഗമീറ്റ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഹാപ്ലോയിഡ് സെൽസ് ആണ്. ഗമീറ്റ്സിനെ രണ്ട് തരത്തിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഐസോഗമീറ്റ്സ് എന്നും ഹെട്രോഗമീറ്റ്സ്. ഗമീറ്റ്സ് ഇപ്പോൾ ഫീമെയിൽ ഗമീറ്റും മെയിൽ ഗമീറ്റും ഒരേ സൈസും ഷേപ്പും ആണെങ്കിൽ അവയാണ് ഐസോഗമീറ്റ്സ് എന്ന് പറയുന്നത്. ഐസോഗമീറ്റ്സ് ഉള്ള ഓർഗാനിസംസ് അല്ലെങ്കിൽ ഐസോഗമീറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഓർഗാനിസംസിനെ വിളിക്കുന്ന പേരാണ് ഹോമോഗമീറ്റിക് ഓർഗാനിസംസ്. എന്നാൽ മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഡിഫറെൻ്റ് ഇൻ അപ്പിയറൻസ് ആൻഡ് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സും ഫിസിയോളജിക്കൽ ക്യാരക്ടേഴ്സും എല്ലാം ഡിഫറെൻ്റ് ആണ് എങ്കിൽ അവയാണ് ഹെട്രോഗമീറ്റ്സ് എന്ന് പറയുന്നത്. ഹെട്രോഗമീറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഓർഗാനിസംസിനെ വിളിക്കുന്ന പേരാണ് ഹെട്രോഗമീറ്റിക് ഓർഗാനിസംസ്. ഇനി കുറച്ച് ടേംസ് ആണ് നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഒത്തിരി ടേംസ് കാണാനായിട്ട് സാധിക്കും. അത് എന്തൊക്കെയാണ് നമുക്ക്, അതായത് ഒരു ഓർഗാനിസത്തിന്റെ സെക്ഷുവാലിറ്റിയെ ഡിഫൈൻ ചെയ്യുന്ന കുറച്ച് ടേംസ് ആണ്. അതിൽ ഒന്നാമതാണ് ബൈസെക്ഷുവൽ ഓർഗാനിസംസ്. എന്താണ് ബൈസെക്ഷുവൽ ഓർഗാനിസംസ്? മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഇൻ സെയിം ബോഡി. ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയിൽ മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും കാണപ്പെടുകയാണെങ്കിൽ ആ ഓർഗാനിസത്തെയാണ് ബൈസെക്ഷുവൽ ഓർഗാനിസം എന്ന് പറയുന്നത്. എന്നാൽ ഡിഫറെൻറ്റ് ബോഡീസിലാണ് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് എങ്കിൽ അവയാണ് യൂണിസെക്ഷുവൽ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഇനി ഫ്ലവേഴ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെയും ബൈസെക്ഷുവൽ ഫ്ലവേഴ്സും ഉണ്ട്, യൂണിസെക്ഷുവൽ ഫ്ലവേഴ്സും. ഒരേ ഫ്ലവറിൽ തന്നെ ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം കാണപ്പെടുകയാണെങ്കിൽ അവയെ ബൈസെക്ഷുവൽ ഫ്ലവേഴ്സ് എന്ന് പറയും. നമ്മുടെ എക്സാമ്പിൾ ചെമ്പരത്തി. യൂണിസെക്ഷുവൽ ഫ്ലവേഴ്സ് ആണെങ്കിൽ ആൻഡ്രീഷ്യം ഗൈനീഷ്യം ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിലായിരിക്കും കാണുന്നത്. ഇനി നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാൻ പോകുന്ന രണ്ട് ടേംസ് ആണ് സ്റ്റാമിനേറ്റ് ആൻഡ് പിസ്റ്റിലേറ്റ്. മെയിൽ ഫ്ലവർ വിത്ത് സ്റ്റേമൻ അതിനെയാണ് സ്റ്റാമിനേറ്റ് എന്ന് പറയുന്നത്. ഫീമെയിൽ ഫ്ലവർ വിത്ത് പിസ്റ്റിൽ അവയാണ് പിസ്റ്റിലേറ്റ് എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി വിശദമായിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. ഇനി രണ്ട് ടേംസ് കൂടെ ഉണ്ട്, മൊണേഷ്യസ് ആൻഡ് ഡയേഷ്യസ്. ബൈസെക്ഷുവൽ കണ്ടീഷൻ കാണിക്കുന്ന ഓർഗാനിസംസിനെയാണ് മൊണീഷ്യസ് എന്ന് പറയുന്നത്. അതായത് മെയിൽ സെക്സ് ഓർഗൻ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ സെയിം ബോഡിയിൽ കാണിക്കുകയാണെങ്കിൽ ആ ഓർഗാനിസംസിനെയാണ് മൊണീഷ്യസ് എന്ന് പറയുന്നത്. അതിനുമായിട്ട് റിലേറ്റ് ചെയ്ത മറ്റൊരു ടേമാണ് ഹോമോതാലിക്. ലോവർ ഓർഗാനിസംസിലൊക്കെയാണ് നമ്മൾ ഹോമോതാലിസം ഒക്കെ പറയുന്നത്. ഡയേഷ്യസ് എന്ന് പറഞ്ഞാൽ മെയിൽ സെക്സ് ഓർഗൻ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസിലാണ് കാണപ്പെടുന്നതെങ്കിൽ അവയാണ് ഡയേഷ്യസ് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഇത്രയാണ് സെക്ഷുവാലിറ്റിക്കകത്ത് നമ്മൾ ഇനി കോമൺ ആയിട്ട് കേൾക്കാൻ പോകുന്ന കുറച്ച് ടേംസ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ 3 എക്സാമ്പിൾസ് 3 ഫ്ലവേഴ്സിനെ കാണിച്ചിട്ടുണ്ട്. ആദ്യത്തേത് നമ്മുടെ കുക്കുംബറിൻ്റെ ഫ്ലവറാണ്. കുക്കുംബറിൻ്റെ ഫ്ലവർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2 ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് നിങ്ങൾക്ക് കാണാം. മെയിൽ ഫ്ലവറും കാണാം, ഫീമെയിൽ ഫ്ലവറും കാണാം. അപ്പോൾ ഒരേ പ്ലാന്റിൽ തന്നെ ഈ എന്ത് കാണാം, ഈ മെയിൽ ഫ്ലവറും കാണാൻ സാധിക്കും, ഫീമെയിൽ ഫ്ലവറും കാണാൻ സാധിക്കും. അടുത്തത് എന്താണ്? ഹിബിസ്കസ് ആണ്. ഹിബിസ്കസിൻ്റെ ഫ്ലവർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. ഈ മുകളിൽ കാണുന്നവയാണ് എന്ത്? അതിൻ്റെ മെയിൽ സെക്സ് ഓർഗൻ. ഇതാണ് അതിൻ്റെ ഫീമെയിൽ സെക്സ് ഓർഗൻ അല്ലെങ്കിൽ ഫീമെയിൽ ഗമീറ്റ് സൂക്ഷിക്കുന്ന സ്ഥലം. ഫീമെയിൽ ഗമീറ്റോഫൈറ്റ് ആണ് ഇവിടെ. ഇത് മെയിൽ ഗമീറ്റോഫൈറ്റ്. ഇനി പപ്പായ എന്നതാണ് മൂന്നാമത്തെ എക്സാമ്പിൾ. പപ്പായയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പപ്പായ മെയിൽ പപ്പായയുണ്ട്, ഫീമെയിൽ പപ്പായയുണ്ട്. അപ്പോൾ 2 ഡിഫറെൻറ്റ് പ്ലാന്റ്സിനാണ് ഈ 2 ഡിഫറെൻറ്റ് ഫ്ലവേഴ്സും കാണപ്പെടാറ്. അപ്പം അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗാമീറ്റോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സാണ്.
രണ്ട് തരത്തിലുള്ള ഓർഗാനിസംസ് ആണ് സാധാരണ നമ്മുടെ ഭൂമിയിൽ കാണപ്പെടാറുള്ളത്, ഹാപ്ലോയിഡ് ഓർഗാനിസംസും ഡിപ്ലോയിഡ് ഓർഗാനിസംസും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ +1 ഇത് പറ്റി പഠിച്ചിട്ടുണ്ട്, എന്താണ് ഹാപ്ലോയിഡ് ഓർഗാനിസംസ്, എന്താണ് ഡിപ്ലോയിഡ് ഓർഗാനിസംസ്. പാരന്റ് ബോഡി ഹാപ്ലോയിഡ് ആണ് എങ്കിൽ അവയാണ് ഹാപ്ലോയിഡ് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഗമീറ്റോജെനിസിസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു മെയിൽ പാരന്റും ഉണ്ടായിരിക്കും, ഒരു ഫീമെയിൽ പാരന്റും ഉണ്ടായിരിക്കും. അവ ബ്രീഡ് ചെയ്ത് അല്ലെങ്കിൽ അവയിൽ നിന്ന് എന്തുണ്ടാകുന്നു, മെയിൽ പാരന്റിൽ നിന്നും മെയിൽ ഗമീറ്റ് ഉണ്ടാകുന്നു. മെയിൽ പാരന്റ് ഹാപ്ലോയിഡ് ആയതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന മെയിൽ ഗമീറ്റും എന്ത് തന്നെയായിരിക്കും, ഹാപ്ലോയിഡ് ആയിരിക്കും. ഫീമെയിൽ പാരന്റിൽ നിന്ന് എന്തുണ്ടാകുന്നു, ഫീമെയിൽ ഗമീറ്റ് ഉണ്ടാകുന്നു. ഫീമെയിൽ പാരന്റ് എന്താണ്, ഹാപ്ലോയിഡ് ആണ്, അതുകൊണ്ട് തന്നെ ഫീമെയിൽ ഗമീറ്റും എന്താണ്, ഹാപ്ലോയിഡ് ആണ്. അവ ഫ്യൂസ് ചെയ്ത്, അവിടെ ഈ പ്രോസസ്സിനാണ് നമ്മൾ ഗമീറ്റോജെനിസിസ് എന്ന് പറയുന്നത്. പാരന്റിൽ നിന്നും ഗമീറ്റ് ഉണ്ടാകുന്നതിനാണ് ഗമീറ്റോജെനിസിസ് എന്ന് പറയുന്നത്. അവിടെ നടക്കുന്ന എന്താണ്, മൈറ്റോസിസ് എന്ന് പറയുന്ന ഡിവിഷൻ. മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഫ്യൂസ് ചെയ്ത് എന്തുണ്ടാകുന്നു, സൈഗോട്ട് ഉണ്ടാകും. n+n 2n എന്ന് പറയുന്നതാണ് സൈഗോട്ടിന്റെ കണ്ടീഷൻ. ഈ പ്രോസസ്സിനെയാണ്, മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സൈഗോട്ട് എന്താണ്, 2n ആണ്, ഡിപ്ലോയിഡ് കണ്ടീഷൻ ആണ്. പക്ഷെ ഓർഗാനിസം ആരാണ്, ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ സൈഗോട്ട് എന്തായിട്ട് മാറണം, ഡിപ്ലോയിഡ് കണ്ടീഷനിലിരിക്കുന്ന സൈഗോട്ട് ഹാപ്ലോയിഡ് ആയിട്ട് മാറും. അത് സംഭവിക്കുന്നത് നമ്മുടെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റിനകത്ത് വെച്ചിട്ടാണ്. സൈഗോട്ട് എന്ത് ചെയ്യുന്നു, മിയോസിസിന് വിധേയമായി ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർസ് ആയിട്ട് മാറും. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഒരു മെയിൽ പാരന്റ് ഉണ്ട്, ഫീമെയിൽ പാരന്റ് ഉണ്ട്. അവ എന്താണ്, ഹാപ്ലോയിഡ് ഓർഗാനിസംസ് ആണ്. അതുകൊണ്ട് തന്നെ മെയിൽ പാരന്റിന്റെ ക്രോമസോം നമ്പർ n ആയിരിക്കും, ഫീമെയിലിന്റെ ക്രോമസോം നമ്പറും n ആയിരിക്കും. അവയിൽ നിന്നുണ്ടാകുന്ന ഗമീറ്റ്സ് അവയും എന്ത് തന്നെയായിരിക്കും, ഹാപ്ലോയിഡ് ആയിരിക്കും. ഈ പ്രോസസ്സിനെയാണ് ഗമീറ്റോജെനിസിസ് എന്ന് പറയുന്നത്. മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഫ്യൂസ് ചെയ്ത് എന്തുണ്ടാകുന്നു, സൈഗോട്ട് ഉണ്ടാകുന്നു. ആ പ്രോസസ്സിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ n 2n എന്ന് പറയുന്ന ഒരു ഡിപ്ലോയിഡ് സൈഗോട്ടാണ് അവിടെ ഉണ്ടാകുന്നത്. ഈ ഡിപ്ലോയിഡ് സൈഗോട്ട് മിയോസിസിന് വിധേയമായി ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർസ് ആയിട്ട് മാറും. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. ഇനി ഡിപ്ലോയിഡ് ഓർഗാനിസംസിന്റെ കേസ് നമുക്ക് നോക്കാം. ഡിപ്ലോയിഡ് ഓർഗാനിസംസിന്റെ മെയിൽ പാരന്റ് ബോഡി എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആയിരിക്കും, അതായത് ക്രോമസോംസ് നമ്പർ 2n ആയിരിക്കും. ഫീമെയിൽ ബോഡിയും എന്ത് തന്നെയായിരിക്കും, ഡിപ്ലോയിഡ് ആയിരിക്കും, അവിടെയും ക്രോമസോം നമ്പർ 2n. മെയിൽ ബോഡിയിൽ നിന്ന് മിയോസിസ് നടന്ന് എന്തുണ്ടാകുന്നു, മെയിൽ ഗമീറ്റ് ഉണ്ടാകുന്നു. അതുകൊണ്ട് മെയിൽ ഗമീറ്റ് എന്തായിരിക്കും, ഹാപ്ലോയിഡ് ആയിരിക്കും. ഫീമെയിൽ ബോഡിയിലും മിയോസിസ് നടന്ന് ഫീമെയിൽ ഗമീറ്റ് ഉണ്ടാകുന്നു. ഫീമെയിൽ ഗമീറ്റും ഹാപ്ലോയിഡ് ആയിരിക്കും. ഹാപ്ലോയിഡ് മെയിൽ ഗമീറ്റും ഹാപ്ലോയിഡ് ഫീമെയിൽ ഗമീറ്റും ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകും. പാരന്റ് ബോഡി എന്താണ്, ഡിപ്ലോയിഡ് ആണ്. അപ്പോൾ പിന്നെ അവിടെ എന്താണ് നടക്കേണ്ടത്, അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നടക്കേണ്ടത്. ഈ ഡിപ്ലോയിഡ് സൈഗോട്ട് മൈറ്റോസിസിന് വിധേയമായി ഡിപ്ലോയിഡ് എംബ്രിയോ ആയിട്ട് നടക്കും. ഇതാണ് ഡിപ്ലോയിഡ് ഓർഗാനിസംസിനകത്ത് നടക്കുന്നത്. മെയിൽ ബോഡിയിൽ നിന്ന് മെയിൽ ഗമീറ്റ് ഉണ്ടാകുന്നു. മെയിൽ ബോഡി എന്താണ്, ഡിപ്ലോയിഡ് ആണ്, മെയിൽ ഗമീറ്റ് ഹാപ്ലോയിഡ് ആണ്. ഫീമെയിൽ ബോഡി ഡിപ്ലോയിഡ് ആണ്, ഫീമെയിൽ ബോഡിയിൽ നിന്ന് എന്തുണ്ടാകുന്നു, ഫീമെയിൽ ഗമീറ്റ് ഉണ്ടാകുന്നു. ആ ഫീമെയിൽ ഗമീറ്റ് എന്താണ്, ഹാപ്ലോയിഡ് ആണ്. മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഫ്യൂസ് ചെയ്ത് എന്തുണ്ടാകുന്നു, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാകും. സൈഗോട്ട് മൈറ്റോസിസിന് വിധേയമായി ഡിപ്ലോയിഡ് ആയിട്ടുള്ള എംബ്രിയോ ആകുന്നു. ആ എംബ്രിയോ പുതിയൊരു ഓർഗാനിസമായിട്ട് മാറും. ഇതാണ് ഡിപ്ലോയിഡ് ഓർഗാനിസംസിൽ നടക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗമീറ്റ് ട്രാൻസ്ഫറിനെ പറ്റിയാണ്. അപ്പോൾ ഗമീറ്റോജെനിസിസ് എന്താണെന്ന് നമ്മൾ നോക്കി. അതായത് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിൽ നടക്കുന്ന ഒരു ഇവന്റ് ആണ് ഗമീറ്റോജെനിസിസ്. രണ്ടാമത്തെ ഇവന്റ് ആണ് ഗമീറ്റ് ട്രാൻസ്ഫർ. ഇങ്ങനെ ഉണ്ടാകുന്ന പാരന്റ് ബോഡിക്കകത്ത് ഉണ്ടാകുന്ന ഗമീറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യപ്പെടാം. മെയിൽ ഗമീറ്റ്സ് യൂഷ്വലി ട്രാൻസ്ഫേർഡ് ടു ഫീമെയിൽ ഗമീറ്റ്സ്. മെയിൽ ഗമീറ്റ്സ് ആണ് സഞ്ചരിച്ച് ഫീമെയിൽ ഗമീറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മെയിൽ ഗമീറ്റ്സിന്റെ പ്രത്യേകത, ഓൾമോസ്റ്റ് എല്ലാ ഓർഗാനിസംസിലും മെയിൽ ഗമീറ്റ്സ് എന്ന് പറയുന്നത് മൊട്ടൈൽ ആയിരിക്കും. അതായത് അവയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സ്വന്തമായിട്ട് മൂവ് ചെയ്യാൻ സാധിക്കുന്നവയാണ് മെയിൽ ഗമീറ്റ്സ് എന്ന് പറയുന്നത്. മെയിൽ ഗമീറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്നത് ഒത്തിരി നമ്പറാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, അതായത് സെവറൽ തൗസൻഡ്സ് ഓഫ് നമ്പർ.
ഒരുപാട് എണ്ണം ആണ് മെയിൽ ഗമീറ്റ്സ് സാധാരണ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ചില ഗമീറ്റ്സ് നശിച്ചു പോകും. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നമുക്ക് ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കാതെ വരും. അപ്പോൾ ആ ഒരു നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെയിൽ ഗമീറ്റ്സ് എന്ത് ചെയ്യുന്നത്, ഒരുപാട് നമ്പർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഫീമെയിൽ ഗമീറ്റ്സ് എന്ന് പറഞ്ഞാൽ ജനറലി ലാർജ് ഇൻ സൈസ് ആണ്, സ്റ്റേഷനറി ആണ്, സാധാരണഗതിയിൽ ഒരു നമ്പറൊക്കെയാണ് ഒരു സൈക്കിളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഗമീറ്റ് ട്രാൻസ്ഫറിനെ പറ്റി വിശദമായിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യും, സുവോളജിയിലും ബോട്ടണിയിലും അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. അതിനകത്ത് വരുന്ന ടേംസ് ആണ് പോളിനേഷൻ. പോളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ പറ്റിയെല്ലാം നമ്മളിനി അടുത്ത ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിക്കും. അപ്പോൾ നമുക്ക് അവിടെ നോക്കാം ഗമീറ്റ് ട്രാൻസ്ഫർ. അടുത്ത രണ്ടാമത്തെ ഇവന്റ് ആണ് ഫെർട്ടിലൈസേഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആണ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സിംഗമി. ഫെർട്ടിലൈസേഷനെ പറ്റി നമ്മളിനി അടുത്ത ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിക്കും. എന്നാൽ ഈ ചാപ്റ്ററിനകത്ത് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ടേമാണ് പാർത്തനോജെനിസിസ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് പാർത്തനോജെനിസിസ്. എന്താണ് പാർത്തനോജെനിസിസ്? ഫീമെയിൽ ഗമീറ്റ്സ് അണ്ടർഗോ ഡെവലപ്മെന്റ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ടു ഫോം യങ് വൺസ്. ഫീമെയിൽ ഗമീറ്റ്സ് ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഡെവലപ്പ് ചെയ്ത് പുതിയൊരു തലമുറയായിട്ട് അല്ലെങ്കിൽ പുതിയൊരു ഓർഗാനിസമായിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് പാർത്തനോജെനിസിസ് എന്ന് പറയുന്നത്. അതായത് പുതിയൊരു ഓർഗാനിസം ഉണ്ടാകുന്നു, പക്ഷെ അവിടെ എന്ത് നടക്കുന്നില്ല, ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. അങ്ങനെയുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് പാർത്തനോജെനിസിസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹണി ബീയിൽ പാർത്തനോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാറുണ്ട്. അതുകൊണ്ടാണ് ഹണി ബീയിൽ തന്നെ 3 തരത്തിലുള്ള ഓർഗാനിസംസ് കാണപ്പെടുന്നത്. ഒരു വർക്കർ ബീ ഉണ്ടാകും, ഒരു ഡ്രോൺ ബീ ഉണ്ടാകും, ഒരു ക്വീൻ ബീ ഉണ്ടാകും. ഇതിലെ ക്വീൻ ബീക്ക് മാത്രമേ പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുള്ളൂ. അപ്പോൾ ഡ്രോൺസ് എന്ന് പറഞ്ഞാൽ മെയിൽസ് ആണ്, വർക്കർ ബീസ് എന്ന് പറഞ്ഞാൽ ഫീമെയിൽസ് ആണ്, പക്ഷെ അവർക്ക് എന്തില്ല, പ്രത്യുൽപാദന ശേഷിയില്ല. അപ്പോൾ ഈ 3 തരത്തിലുള്ള ഓർഗാനിസം നമുക്ക് ഒരു ജീവജാലത്തിൽ കാണാൻ സാധിക്കും. സാധാരണ 2 ഉള്ളൂ. മനുഷ്യരാണെങ്കിൽ ഫീമെയിൽ മെയിൽ എന്ന് പറയുന്ന 2 കാറ്റഗറിയേ ഉള്ളൂ. എന്നാൽ ഹണി ബീയിൽ 3 കാറ്റഗറി ഉണ്ട്. ആ 3ാമത്തെ കാറ്റഗറി ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ പാർത്തനോജെനിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്കില്ല, ഡീറ്റെയിൽസ് ആവശ്യമില്ലെങ്കിൽ ഞാനൊന്ന് പറയാം എന്താണ് അവിടെ നടക്കുന്നതെന്ന്. ഹണി ബീയിൽ ക്വീൻ എന്ന് പറയുന്ന കാറ്റഗറി, അതായത് ഏറ്റവും വലിയ ബി, ആ ക്വീനിൻ്റെ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 2n ആണ്. ആ 2n ഉള്ള ക്വീൻ സെൽസ് മിയോസിസിന് വിധേയമായി എക്സ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ എക്സ് സെൽസ് ഹാപ്ലോയിഡ് ആയിരിക്കും, NN എന്ന് പറയുന്ന നമ്പർ ആയിരിക്കും. മെയിൽ ബിയുടെ പ്രത്യേകത അതിൻ്റെ ബോഡി, മെയിൽ ബോഡി എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. അത് മൈറ്റോസിസിന് വിധേയമായിട്ട് സ്പേം സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ക്വീൻ പ്രൊഡ്യൂസ് ചെയ്ത എഗ്ഗും മെയിൽ പ്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ ഡ്രോൺ പ്രൊഡ്യൂസ് ചെയ്ത സ്പേമും കൂടെ ഫ്യൂസ് ചെയ്ത് എന്തായിട്ട് മാറുന്നു, പുതിയൊരു ഓർഗാനിസമായിട്ട് മാറുന്നു. യൂഷ്വലി ഫീമെയിൽ ആയിരിക്കും. ആ ഫീമെയിൽ എന്താണ്, 2 തരത്തിലുള്ള ഓർഗാനിസംസ് ആയിട്ട് മാറും. വർക്കർ ബീയും ആയിട്ട് മാറും, ക്വീൻ ആയിട്ടും മാറും. ബട്ട് വർക്കർ ബീക്ക് എന്താണ്, അത് സ്റ്റെറൈലാണ്. അവയ്ക്ക് പുതിയ തലമുറ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കില്ല. റോയൽ ജെല്ലി ഭക്ഷിക്കുന്ന ബീ മാത്രമാണ് എന്തായിട്ട് മാറുന്നത്, ക്വീൻ ആയിട്ട് മാറുന്നത്. ഇനി ക്വീൻ നേരത്തെ പ്രൊഡ്യൂസ് ചെയ്ത 2 എക്സെൽസിൽ ഒരെണ്ണം ബാക്കിയുണ്ട്. ആ എക്സെൽസ് ഫെർട്ടിലൈസേഷൻ നടക്കാതെ എന്തായിട്ട് മാറും, പുതിയൊരു ഓർഗാനിസമായിട്ട് മാറും. അവ മെയിലായിരിക്കും, ഡ്രോൺസ് ആയിരിക്കും. ഇതാണ് അവിടെ നടക്കുന്നത്. നമുക്ക് വിശദമായിട്ട് ആവശ്യമില്ല, എങ്കിലും ഞാനൊന്ന് പറഞ്ഞുതന്നെ. പാർത്തനോജെനിസിസിന് സിമിലർ ആയിട്ടുള്ള മറ്റൊരു ടേമാണ് പാർത്തനോകാർപ്പി. പ്ലാന്റ്സിൽ കാണപ്പെടുന്ന പ്രോസസ്സാണ് പാർത്തനോകാർപ്പി. പാർത്തനോകാർപ്പി എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഗ്രേപ്സ്, ബനാന ഇതെല്ലാം അതിന് എക്സാമ്പിൾ ആണ്. ഫെർട്ടിലൈസേഷൻ തന്നെ 2 തരത്തിലുള്ള ഫെർട്ടിലൈസേഷൻ ആണ് സാധാരണ ഓർഗാനിസംസിൽ കാണപ്പെടാറുള്ളത്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. സ്പേമും എഗ്ഗും പുറത്തെ ഒരു മീഡിയത്തിലേക്ക് എക്സ്പെൽ ചെയ്ത് വെളിയിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന പ്രോസസ്സാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. എന്നാൽ ഫീമെയിൽ ബോഡിക്കകത്തേക്ക് മെയിൽ ഗമീറ്റ്സ് വരികയും ഫീമെയിൽ ബോഡിക്ക് അകത്ത് വെച്ച് നടക്കുന്ന ഫെർട്ടിലൈസേഷനാണ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. രണ്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്ന തലമുറയ്ക്ക് ഒത്തിരി ഭീഷണികൾ ഉണ്ടാകാം. പ്രെഡേറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നെല്ലാം ഭീഷണികൾ ഉണ്ടാകാം. അപ്പോൾ സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണെങ്കിൽ എംബ്രിയോ എന്താണ്, ഫീമെയിൽ ബോഡിക്കകത്ത് സേഫ് ആണ്.
അപ്പോൾ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് കുറച്ചുകൂടെ എന്തെന്ന് പറയാൻ സേഫർ ആയിട്ടുള്ള മെത്തേഡ്. ആരെ കൺസിഡർ ചെയ്യുമ്പോൾ ഓഫ്സ്പ്രിങ്സിനെ കൺസിഡർ ചെയ്യും. അടുത്ത ഫേസ് അല്ലെങ്കിൽ അടുത്ത ഇവന്റ് ആണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. ഫെർട്ടിലൈസേഷന് ശേഷം നടക്കുന്നത് എന്താണ്? ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ എന്താണ്? ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന സൈഗോട്ട് സെൽ ഡിവിഷനും സെൽ ഡിഫറൻസിയേഷനും നടന്ന് എന്തായിട്ട് മാറും? എംബ്രിയോ ആയിട്ട് മാറും. ആ എംബ്രിയോ എന്തായിട്ട് മാറും? ഫർദർ ഒരു പുതിയ ഓർഗാനിസം ആയിട്ട് മാറും. അപ്പോൾ ഇതാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് നടക്കുന്ന പ്രധാന കാര്യം. ഇതെന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പ്ലാന്റ്സിൽ എന്താണ്, അനിമൽസിൽ എന്താണ് എന്ന് സുവോളജിയിലും ബോട്ടണിയിലും അടുത്ത ചാപ്റ്റേഴ്സിൽ നിന്ന് പഠിക്കും. ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട മറ്റു രണ്ട് ടേംസ് ആണ് ഒവിപാരസ് അനിമൽസും വിവിപാരസ് അനിമൽസും. ഫെർട്ടിലൈസ്ഡ് എഗ്സിനെ ഒരു കാൽക്കാരിയസ് ഷെല്ലിൽ പൊതിഞ്ഞ് പുറത്തേക്ക് തള്ളുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് ലേ ചെയ്യുന്ന ഓർഗാനിസംസിനെയാണ് ഒവിപാരസ്, അതായത് എഗ് ലേയിങ് അനിമൽസിനെയാണ് ഒവിപാരസ് എന്ന് പറയുന്നത്. എന്നാൽ the zygote develops into a egg inside the body of female organism. ഫീമെയിൽ ഓർഗാനിസം അല്ലെങ്കിൽ ഫീമെയിൽ പാരന്റിന്റെ ബോഡിക്കകത്ത് ആണ് സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് പുതിയൊരു ഓർഗാനിസമായിട്ട് മാറുന്നതെങ്കിൽ അവയാണ് വിവിപാരസ് അനിമൽസ് എന്ന് പറയുന്നത്. വിവിപാരസ് അനിമൽസിൽ ഒരു സർട്ടൻ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ഓർഗാനിസത്തിന് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതായത് നമ്മൾ എന്താണ് പ്രസവിക്കുക എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് വരുന്നത്, ഡെലിവേർഡ് ഔട്ട് ഓഫ് ദ ബോഡി ഓഫ് ദ ഫീമെയിൽ ഓർഗാനിസം. ഇവിടെ എന്താണ് ഒരു നിശ്ചിത കാലയളവിൽ ക്യാരിയിങ് പീരീഡിൽ എന്താണ് ഈ ഫീമെയിൽ ബോഡിക്കകത്ത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന ഈ ഒരു ഓർഗാനിസം ഫുള്ളി ഡെവലപ്ഡ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? പുറം ലോകത്തേക്ക് വരും. അതുകൊണ്ട് തന്നെ വിവിപാരസ് ഓർഗാനിസംസിനായിരിക്കും ഒവിപാരസിനെ കമ്പയർ ചെയ്യുമ്പോൾ സർവൈവൽ കൂടുതൽ. കാരണം ഒരു നിശ്ചിത സമയം വരെ എന്താണ് ഈ പുതിയ ഓർഗാനിസം ഫീമെയിൽ ബോഡിക്കകത്ത് പ്രൊട്ടക്റ്റഡ് ആണ്. എന്നാൽ ഒവിപാരസിലാണെങ്കിലോ അറ്റ്മോസ്ഫിയറിലേക്ക് എൻവയോൺമെന്റിലേക്ക് എന്താണ് എഗ്ഗിനെ ലേ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും പ്രെഡേറ്റേഴ്സിന് അറ്റാക്ക് കൊണ്ട് ആ എഗ്ഗിനെ പുറത്ത് പിരിഞ്ഞ് പുതിയൊരു തലമുറയായിട്ട് പുറത്തേക്ക് വരാൻ സാധിച്ചില്ല എന്നൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് ഒവിപാരസ് അനിമൽസിന് ഒത്തിരി അപകടങ്ങൾ നേരിടേണ്ടി വരും. എന്നാൽ വിവിപാരസ് ആണെങ്കിലോ യങ് വൺസ് ബോഡിക്കകത്ത് തന്നെ പ്രൊട്ടക്റ്റഡ് ആണ് ഫോർ എ പർട്ടിക്കുലർ ടൈം. ഇതാണ് ഒവിപാരസിന്റെയും വിവിപാരസിന്റെയും വ്യത്യാസവും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ പഠിച്ചത് പ്രധാനമായിട്ടും അസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനുമാണ്. അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ്, ഓരോ അനിമൽസിലും എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എന്നെ കോൺടാക്റ്റ് ചെയ്ത് ആ സംശയങ്ങൾ ക്ലിയർ ചെയ്യാം. അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു.